വെളുപ്പാങ്കാലം 5 മണി കഴിഞ്ഞു. നമ്മൾ ഷൂട്ടിന് വേണ്ടി പോവാണ്. 7 o'clock ആകുമ്പോൾ ബോട്ട് കൊച്ചി നെഹ്റു പാർക്ക് എത്തണം. എനിക്ക് സന്തോഷം വരുന്നു. മഴ ഒരു ശുഭലക്ഷണമാണ്. എന്നാൽ ചില സമയത്ത് മഴ നല്ല പണി തരും. ആലുവ ടു ഫോർട്ട് കൊച്ചി 1 hour 45 minutes ആണ്. ബസ്സുകാരോട് വേഗത്തിൽ വിടാനല്ലെങ്കിൽ നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടാനേ പറ്റൂലല്ലോ. സോ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു. നല്ല രസമുണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ. പിന്നെ മഴ ഒന്ന് കുറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ക്യാമറ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് എൻ്റെ ഫോണിൻ്റെ ലെൻസിന് വേപ്പർ കയറി. അപ്പോൾ എനിക്ക് അങ്ങോട്ട് നല്ല വിഷമം വന്നു. ഇനി വ്ലോഗ് എടുക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫോണിൻ്റെ ക്യാമറ തന്നെ ഓക്കെ ആയി. സാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റുള്ളവരുടെ കണ്ണിൽ കാണാത്ത ഫ്രെയിംസ് നോക്കി കണ്ടുപിടിച്ച് ഫോട്ടോ എടുക്കണമെന്ന്. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത് നോക്കി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ അടിപൊളിയായിട്ട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 50mm ലെൻസാണ്. കാനോൺ ESO 200B ആണ്. അടിപൊളി ക്യാമറ. പോർട്രേറ്റൊക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. 3 പേരെ 3 വഴിക്ക് വിട്ടു. സോ ഞങ്ങൾ ഒറ്റയ്ക്ക് ഫോട്ടോസ് എടുക്കണം. ഇതൊരു ജസ്റ്റ് ട്രെയിനിങ് പോലെയാണ്. ഇവിടുത്തെ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇഷ്ടംപോലെ പട്ടികൾ ഉണ്ട്. ഒന്നിങ്ങോട്ട് വരൂ. ലോക്കായി പോയി പട്ടി. എനിക്ക് പട്ടികളെ ഭയങ്കര പേടിയാണ്. ഞാൻ നിന്നോണ്ടിരുന്നതിൻ്റെ മുന്നിൽ 2 പട്ടികൾ വന്ന് എന്നെ ലോക്ക് ചെയ്തു. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇത് കണ്ട ചേട്ടന്മാർ എന്നോട് പറഞ്ഞു അവിടെ തന്നെ നിന്നോ, അനങ്ങരുത്. അതുങ്ങൾ എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഇവിടൊക്കെ പട്ടികളാ. ഇവിടെ നിന്നാൽ ശരിയാവൂല. എനിക്ക് പേടിയാണ്. നമുക്ക് നല്ലൊരു ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രെയിം. ക്ലിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ എടുക്കുന്നതിൻ്റെ എല്ലാ ഫോട്ടോസും ഞാൻ പോസ്റ്റായിട്ടും കൂടെ ഇടുന്നുണ്ട്. ഇതിൻ്റെ പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. കുറച്ചുകൂടെ മുന്നോട്ട് കിടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അടിപൊളി വ്യൂ കിട്ടും. ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നത്. ഇത് ഞങ്ങളുടെ സാറാണ്. സാറിൻ്റെ ഫോട്ടോസൊക്കെ അടിപൊളിയാണ്. ഇത് ഞങ്ങളുടെ സീനിയർ ചേട്ടന്മാരാണ്. ഇവർക്ക് രാവിലെ 10 മണിക്കാണ് നേരം വെളുത്തതും 7 മണിയായതും ഇവരിങ്ങോട്ട് വന്നതും. ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന വഴി ഈ ഒരു ഫോട്ടോഗ്രാഫറിനെ കണ്ട് പരിചയപ്പെട്ടു കേട്ടോ. ആളുടെ ഐഡി ഞാൻ ടാഗ് ചെയ്തേക്കാം. പിന്നെ പൊക്കോണ്ടിരിക്കുന്ന വഴി ഇതേപോലെ ചെറിയ ചെറിയ സീനറി, നല്ല അടിപൊളി ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഫോട്ടോസിന് വേണ്ടി. പിന്നെ BMW കാർ കണ്ടപ്പോഴേക്കും ചേട്ടന്മാരെല്ലാം ക്യാമറ എടുത്ത് അതിൻ്റെ പുറകെ ആയിരുന്നു. ദിൽജിത്തിനെ ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. അവനെ ഹാഫ് വേ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. അവന് 12 മണിക്കാണ് നേരം വെളുത്തതും കാലത്ത് 7 മണിയായതും. ഇന്നത്തെ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി കാണിക്കുക, ഇന്ന സ്ഥലത്തെ സ്റ്റുഡൻ്റാന്ന് പറയുക, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഇറങ്ങിയതാണ്, ഫോട്ടോ എടുത്തോട്ടേയും പെർമിഷൻ ചോദിക്കുക, അവരുടെ ഫോട്ടോ എടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടത് ഫോട്ടോ എടുക്കാൻ വിളിച്ചുകൊണ്ട് വരുന്നതാണ്. പിന്നെ റിവ്യൂ പറയാൻ കയറിയിട്ടുണ്ടായി. എന്നോട് ചോദിച്ചു മന്നെ പെർമിഷൻ ചോദിക്കാൻ. ഞാൻ മലയാളം എനിക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഫോറിനർ. പക്ഷെ നമ്മൾ കോൺഫിഡൻസ് വിട്ടു കൊടുക്കൂലല്ലോ. ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ചോദിച്ചു. ആദ്യം തന്നെ പറഞ്ഞു യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ എന്ന്. അപ്പോൾ ഫ്ലാറ്റായി. പിന്നെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും റീലൊക്കെ എടുത്ത് കൊടുത്തിട്ട് ID വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. സമൃദ്ധിയുടെ കുറച്ച് ഉള്ളിലേക്ക് നടക്കുമ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ഒക്കെ ആണ് നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ വേറൊരു ലൊക്കേഷനിലേക്ക് നടന്നു പോവാണ്. കുറേ നടന്നു. പിന്നെ ഞങ്ങൾ ഡിസ്കഷനിലായിരുന്നു ഫ്രഷേഴ്സ് ഡേക്ക് എന്തൊക്കെ പ്രോഗ്രാം ചെയ്യണം, അങ്ങനെ ഗെയിംസ് എന്തൊക്കെ ആഡ് ചെയ്യണം എന്നൊക്കെ. എല്ലാവരും നിൽക്കണ്ടത് ഇങ്ങോട്ട് നിന്റെ മുഖം കിട്ടൂല. വീഡിയോ റെക്കോർഡ് ആയിക്കോട്ടെ. ശരിയല്ലാട്ടാ ദിൽജിത്തെ. എല്ലാരും ഒരുമിച്ച് നിന്നിട്ട് പൊട്ടിക്കൂടെ. ദിൽജിത്തിന് ഭയങ്കര നാണാണ് ഗായ്സ്. അവൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് എല്ലാവരും അവനെ നോക്കുമെന്ന്. ഷൂട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നല്ല ക്ലാരിറ്റിയോടെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. ഹാഫ് ഓഫ് ദി ഡേ ആയപ്പോഴേക്കും ഒട്ടും ക്ലാരിറ്റി കിട്ടുന്നില്ല. പിന്നെ എല്ലാവരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അവരവരുടേതായ അറിയാവുന്ന അറിവിൽ ക്യാമറയുടെ സെറ്റിങ്സ് എല്ലാവരും മാറ്റിയിട്ട് തന്നു. എന്നിട്ടും ശരിയായില്ല. അപ്പോൾ അടുത്ത് എന്നോട് ഒന്ന് ചോദിക്കുക, അതെ നമ്മൾ ഹാഫ് ഓഫ് ദി ഡേ ആയപ്പോഴേക്കും ലെൻസ് മാറ്റിയിട്ടായിരുന്നു, വല്ല ബോധവും ഇവരുണ്ടോ? തിരിച്ച് പോകാൻ നേരത്ത് കാറ് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. റോഡ് മുന്നിൽ കുറേ വണ്ടികൾ കണ്ണടച്ചിരുന്നു. പിന്നെ ഒരു 15 മിനിറ്റായിട്ട് വണ്ടി അനങ്ങണില്ല. അടുത്തിരിക്കണേ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഇതെന്താടെ വണ്ടി അനങ്ങാത്ത, ട്രാഫിക് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ് എന്ത് ബോധത്തിലിരിക്കുക, അപ്പുറത്തേക്കൊന്നും നോക്ക്, നമ്മളേ ഇത്ര നേരം വെള്ളത്തിലായിരുന്നു. വെള്ളത്തിലാന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. വെള്ളമോ? തിരിഞ്ഞു നോക്കാൻ പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴേ വെള്ളം. കണ്ണടച്ചിരിക്കണോണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയതൊന്നും ഞാൻ അറിഞ്ഞില്ല. അയ്യോ, ഞാൻ വിചാരിച്ച പോലും നല്ല കാര്യങ്ങൾ. 13 മണിക്കൂർ കഷ്ടപ്പെടുമായിരുന്നു. റെസ്റ്റ്ലെസ് കണ്ടിന്യൂസ് വാക്കിംഗ് ആയിരുന്നു. ഇന്നത്തെ എൻ്റെ ദിവസം അടിപൊളിയായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല.
ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇത് രാവിലെ 5 to ഇപ്പോൾ 5:30 ആവുന്നു. ഇപ്പോൾ വീട്ടിലെത്തിയിട്ടില്ല, ഡയറക്റ്റ് വർക്ക് കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഞാൻ വിചാരിച്ച പോലെ ഫോട്ടോഗ്രാഫി അത്ര ഈസി അല്ല, നല്ലോണം കഷ്ടപ്പെടണം. അതെന്ന് എനിക്ക് മനസ്സിലായി. ഔട്ട്ഡോർ ലൈറ്റിങ് ശരിയായില്ലെങ്കിലും എങ്ങനെ അത് പെർഫെക്റ്റ് ആക്കി എടുക്കണം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നല്ലോണം മനസ്സിലായിട്ടുണ്ട്. ഇന്നത്തെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു. വർക്കും ലൊക്കേഷനും ഒക്കെ അടിപൊളിയായിരുന്നു. ബുദ്ധിമുട്ടാണ്, പക്ഷേ എനിക്ക് പണി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്യും. ഇഷ്ടപ്പെട്ട പണി ചെയ്യാം. ഇതോടെ പണി തീർന്നിട്ടില്ല. ഇനി എടുത്ത ഫോട്ടോസ് ഇനി എഡിറ്റും കൂടെ ചെയ്യണം. പിന്നെ കുറച്ച് വീഡിയോ പിടിച്ചിട്ടുണ്ട്, അത് എഡിറ്റ് ചെയ്യണം. ഇതൊന്നും തീരൂല, കുറേ ഉണ്ട്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറി അപ്പം തന്നെ വിഷ്ണു സാറ് എങ്ങനെയുണ്ട് ഈ വർക്ക് എന്ന് ചോദിച്ചേ. ഒന്നും നോക്കിയില്ല. ഞാൻ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സാറേന്ന്. സാർ ചിരിച്ചു. സാർ എന്നെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. സാറ് പറഞ്ഞു ഈ സത്യം പറഞ്ഞാലും ഇല്ലേലും നല്ല ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്കറിയാലോ. ഞങ്ങൾ എഡിറ്റിങ്ങിലേക്ക് കയറി. ഉണ്ണി സാറ് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു സാറേ. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ ഉണ്ണി സാർ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായി. കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് പരിചയം ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് പഠിക്കണേ, എന്താ ചെയ്യണേ. അപ്പോൾ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്ത് പഠിച്ചു. അല്ല, ഡിഗ്രി ഉള്ള ഒരാളാണ്, പാഷൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചതാണ്. ആ ചേട്ടനും പറഞ്ഞു നിങ്ങൾ ആൻഡ്രോസിലെ സ്റ്റുഡൻ്റ് അല്ലേ കല്ലൂർ. എനിക്കറിയാം, കാരണം കഴിഞ്ഞ വർഷം ഇതേപോലെ നിങ്ങളുടെ ബാച്ചിലർ സ്റ്റുഡൻസ് വന്നപ്പോൾ എന്നെ വന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ കിട്ടിയൊരു സന്തോഷം. നമുക്ക് ഈ വർക്ക് ഇഷ്ടമാണ്, അതേപോലെ തന്നെ നമ്മൾ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ നമുക്ക് ഈ ഫീൽഡിൽ അടിപൊളിയായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റും. നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ മാക്സിമം ആൾക്കാരോട് കമ്പനിയായിട്ട് കുറേ ആൾക്കാരെ പരിചയപ്പെടാം, അവരായിട്ടൊരു കോണ്ടാക്റ്റ് മേക്ക് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ വർക്ക് കിട്ടാനും ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. ഞാനിങ്ങനെ വ്ലോഗ് എടുത്ത് റോട്ടിൽ കൂടെ നടക്കുമ്പോഴേ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, അതേപോലെ തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ട് എല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. ഇങ്ങനെ തുറച്ചു നോക്കും. മനുഷ്യരാ, കണ്ണുള്ളവർ നോക്കും. അവരൊക്കെ പേടിച്ചിട്ട് നമ്മൾ വ്ലോഗ് എടുക്കാണ്ടിരുന്നാലേ, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കുന്നുണ്ട് വ്ലോഗ് എടുക്കാതിരുന്നാലേ നമ്മളൊന്നും എവിടെ എത്തൂല. സോ പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, പക്ഷെ അതൊന്നും മൈൻഡാക്കണ്ട. ഫോക്കസ് ഓൺ ഓൺലി ഗോൾസ്. അത്ര ഉള്ളൂ എനിക്ക് പറയാം. അപ്പോൾ അടുത്ത വ്ലോഗിൽ ഇനിയും കാണാം. ബൈ.